ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ബിജെപി സംസ്ഥാന പ്രസിഡന്റും എൻഡിഎ ചെയർമാനുമായ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ജനുവരി 29-ന് കണ്ണൂരിൽ പര്യടനം നടത്തുകയാണ്. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്നതാണ് പദയാത്രയുടെ മുദ്രാവാക്യം. സുരേന്ദ്രന്റെ പദയാത്രയുടെ കണ്ണൂരിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ 1000-ഓളം പേർ വിവിധ പാർട്ടികളിൽ നിന്നും ബിജെപിയിലേക്ക് ചേരുമെന്നും ഇവർ പരിപാടിയിൽ വെച്ച് അംഗത്വം നൽകുമെന്നുമാണ് ബിജെപി നേതാക്കളുടെ പുതിയ അവകാശവാദം. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വികസന ജനക്ഷേമ പദ്ധതികളിൽ അംഗമാവാനുള്ള അവസരം കേരള പദയാത്രയിൽ ഒരുക്കും. അതിനുവേണ്ടി പ്രത്യേകം സജ്ജമാക്കിയ ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടാകും. കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രതിപാദിക്കുന്ന ടാബ്ലോ, കലാരൂപങ്ങൾ എന്നിവ പദയാത്രയിൽ പ്രദർശിപ്പിക്കുമെന്നാണ് നേതാക്കൾ പറയുന്നത്. പദയാത്രയിൽ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നുള്ള 10,000-കണക്കിന് ആളുകൾ അണിചേരും. തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ദേശീയ സംസ്ഥാന നേതാക്കൾ സംബന്ധിക്കും. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ 14 സംഘടനാ മണ്ഡലങ്ങളിൽ നിന്നായി ബിജെപിയുടെ നേതാക്കളും പുറമെ സഖ്യകക്ഷികളുടെ നേതാക്കളും പദയാത്രയിൽ അണിനിരക്കും. കേരളത്തിൽ ഒരു സീറ്റെങ്കിലും നേടാനുള്ള തീവ്ര ശ്രമത്തിലാണിന്ന് ബിജെപി. അതിനുള്ള തത്രപ്പാടുകളാണ് ബിജെപി കാണിച്ചു കൂട്ടുന്നതും. ശക്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കിയാൽ നേട്ടം കൊയ്യാമെന്നാണ് ബിജെപിയുടെ വിലയിരുത്തൽ. തൃശൂരിൽ സുരേഷ് ഗോപിക്ക് ലഭിക്കുന്ന സ്വീകാര്യത ബിജെപിയുടെ ആത്മവിശ്വാസം വലിയ രീതിയിൽ തന്നെ ഉയർത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പാർട്ടി നേതാക്കൾക്കൊപ്പം വിവിധ മേഖലയിലെ പ്രമുഖരെയും സ്ഥാനാർത്ഥികളാക്കാനുള്ള ആലോചനയിലാണ് ബിജെപി. ഒളിമ്പ്യനും എംപിയുമായ പി.ടി. ഉഷ, ഉണ്ണി മുകുന്ദൻ എന്നിവരെയൊക്കെയാണ് ബിജെപി പരിഗണിക്കുന്നത്. ഉഷയെ കോഴിക്കോട് മത്സരിപ്പിക്കാനാണ് ആലോചന. നേരത്തെ ശോഭാ സുരേന്ദ്രന് സീറ്റ് നൽകാനായിരുന്നു നീക്കം. എന്നാൽ ഉഷ മത്സരിച്ചാൽ പാർട്ടിക്ക് അതീതമായി വോട്ടുകൾ നേടിയെടുക്കാമെന്നാണ് ബിജെപിയുടെ കണക്കുകൂട്ടൽ. പി.കെ. കൃഷ്ണദാസ് അടക്കമുള്ളവർ ഉഷയ്ക്ക് വേണ്ടി രംഗത്തു തന്നെയുണ്ട്. മത്സരിക്കാൻ അവർക്കുമേൽ നേതാക്കൾ സമ്മർദ്ദം ശക്തമാക്കിയേക്കും. പത്തനംതിട്ടയിലാണ് ഉണ്ണി മുകുന്ദന്റെ പേര് ശക്തമായി പരിഗണിക്കുന്നത്. തൃശൂരും തിരുവനന്തപുരവും പോലെ ബിജെപി പ്രതീക്ഷ പുലർത്തുന്ന മറ്റൊരു മണ്ഡലമാണ് പത്തനംതിട്ട. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനാണ് ഇവിടെ മത്സരിച്ചത്. വോട്ടുകൾ ഉയർത്താൻ സാധിച്ചെങ്കിലും 3-ാം സ്ഥാനത്തായിരുന്നു അന്ന് ബിജെപി. അതിനിടെ ഗായിക കെ.എസ്. ചിത്രയുടെ പേരും പാർട്ടി ആലോചനകളിൽ വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ചിത്രയെ മത്സരിപ്പിക്കാനാണ് ആലോചിക്കുന്നത്. അടുത്തിടെ അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ഏറ്റെടുത്ത് ഗായിക രംഗത്തെത്തിയത് വിവാദത്തിന് കാരണമായിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് അവർ സന്നദ്ധയായാൽ മത്സരിപ്പിക്കാമെന്ന ചർച്ചകൾ നടക്കുന്നത്. അതേസമയം ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യമിട്ട് സമുദായത്തിൽ സ്വാധീനമുള്ള നേതാക്കളെയും ബിജെപി പരിഗണിക്കുന്നുണ്ട്. സഭയ്ക്ക് കൂടി സ്വീകാര്യരായവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയിറങ്ങിയിരിക്കുകയാണ് ബിജെപി. എവിടെ എത്തുമെന്ന് കണ്ടു തന്നെ അറിയണം.